ചെയ്യണ ഒരു റെസിപ്പി ഒരു നാരങ്ങയും ഉപ്പും കൂടി തിരുമ്പി വെച്ചത് ഒരു റെസിപ്പിയാണ്. ഇത് ചെയ്യാനായിട്ട് വലിയ പ്രൊസീജിയറൊന്നുമില്ല, സിമ്പിളാണ്. പക്ഷേ ഈ നാരങ്ങയും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ വേണം. നാരങ്ങ നമുക്ക് എത്ര അളവ് വേണോ അത്ര അളവ് എടുക്കാം. ഇത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് വേണം, പച്ചമുളക് വേണം. പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ അധികം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അധികം പച്ചമുളക് ഉപയോഗിക്കാം. അപ്പോൾ ഈ നാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ എത്ര നാരങ്ങ എടുക്കുന്നോ അത്രയും ഉപ്പ്, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അധികം നാരങ്ങ എടുത്തിട്ടുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പിയിൽ നാരങ്ങ ഉപ്പും കൂടി തിരുമ്മി കുപ്പിയിൽ നിറച്ചിട്ട് ഒരു നന്നായിട്ട് ശരിക്കും അലുത്ത് വന്നിട്ടാണ് നമ്മളിത് ഒരു അച്ചാറല്ല, ഒരു ചാലിച്ചിട്ട് കഴിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറേ നാൾ വെക്കാൻ വേണ്ടി വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ അധികം നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെയ്യുമ്പോൾ കുറച്ച് അധികം നാരങ്ങ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ശരിക്കും ഈ നാരങ്ങയ്ക്ക് അളവനുസരിച്ചുള്ള പച്ചമുളക് ഇല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോർമലി ഈ നാരങ്ങ എങ്ങനെ കഴിക്കാറെന്ന് വെച്ചാൽ, ഈ നാരങ്ങ നന്നായിട്ട് അഴുകി പാകമായിട്ട് വരുന്ന സമയത്ത് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചിട്ടൊരു ചമ്മന്തി പോലെയാണ് ഞാനിത് കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ സമയത്ത് പച്ചമുളക് ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അധികം പച്ചമുളക് ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് ആഡ് ചെയ്യാം, വേണമെങ്കിൽ വേപ്പിലയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇങ്ങനെയാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഈ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വെല്ലുമ്മയുടെ സിസ്റ്ററാണ് ഇത് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യുന്ന ആള്. അഞ്ചങ്ങാട്ടിലെ കുഞ്ഞുമ്മ എന്നാണ് ഞങ്ങളെ വിളിക്കണം. കുഞ്ഞുമ്മ ഇടയ്ക്ക് നിൽക്കാനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള മൂപ്പരെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചത് കൊണ്ടുതരും. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഒരുപാട് പേര് നാരങ്ങ ഇങ്ങനെ തിരുമ്പിയത് ചെയ്യാറുണ്ട്, പക്ഷേ കുഞ്ഞുമ്മ ചെയ്യുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് റെസിപ്പി ചെയ്യുന്ന സമയത്ത് ശരിക്കും കുഞ്ഞുമ്മനെ ആലോചിച്ച്, കുഞ്ഞുമ്മ മരിച്ചുപോയി. അപ്പോൾ അഞ്ചങ്ങാട്ടിലെ കുഞ്ഞുമ്മയുടെ ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ചെയ്യരുത്, ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ തന്നെ ചെയ്യണം. കാരണം ഈ നാരങ്ങ എന്ന് പറയുന്ന സാധനം അസിഡിക് ആണ്. അപ്പോൾ അത് റിയാക്ട് ചെയ്ത് നമുക്ക് ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചില്ലിൻ്റെ കുപ്പിയിൽ ചെയ്യുക. പിന്നെ ഈ കുപ്പി എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ഒട്ടും വെള്ളം ഇല്ലാതെ ഉള്ളൊരു കുപ്പിയിൽ വേണം ഇത് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കൈ നല്ല ക്ലീൻ ആണ് കേട്ടോ, വെള്ളമൊന്നുമില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് നാരങ്ങ നമ്മുടെ ഈ കുപ്പിയിലേക്ക് നിറയ്ക്കാം. തിക്കിയാണ് ഇത് നിറയ്ക്കണത് കേട്ടോ, നല്ല തിക്ക്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും കുറച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ അടുത്ത ലോട്ടം ഇട്ട് കൊടുക്കാം. നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. നിങ്ങളിത് ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഭരണി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഭരണിയിൽ ചെയ്യാം. ഇത് ഇങ്ങനെ നന്നായിട്ട് അലുത്ത് വരാനായിട്ട്, നന്നായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും നമ്മളിങ്ങനെ ടൈറ്റായിട്ട് എയർ കയറാത്തൊരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ ഇങ്ങനെ മൂടി വെക്കണം. അപ്പോഴാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് കണ്ടേക്കണതൊക്കെ ചില്ല് കുപ്പിയിൽ ചെയ്യുന്നതാണ്. അതാണ് എപ്പോഴും ഹെൽത്തിന് നല്ലത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നാരങ്ങ ഇടുക. ഇതിൽ ഉപ്പിടാം. ഉപ്പ് ഇതിൽ നോർമലി കുറച്ച് കൂടുതലാണ് എപ്പോഴും ഇടുക. കാരണം നമ്മളിത് അലുത്ത് വന്ന് നമ്മളിതൊരു ചമ്മന്തിയായിട്ട് ചാലിക്കണ സമയത്തുണ്ടല്ലോ, ഇതിൽ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരില്ല. കാരണം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഓൾറെഡി നാരങ്ങയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് ഫില്ല് ചെയ്യട്ടെ. മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആ നാരങ്ങയും ഉപ്പും പച്ചമുളകും കൂടി മാക്സിമം എയർ ടൈറ്റായിട്ട് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗ്യാപ്പ് വരാതെ ഫില്ല് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം ടൈറ്റായിട്ട് അമർത്തി ഫില്ല് ചെയ്യാം, വെള്ളം ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ വിനിഗർ ഒന്നും ചേർക്കണ്ട. ഈ ഉപ്പും ഈ ലൈമിൻ്റെ നീരുണ്ടല്ലോ അതും കൂടി വരുന്നതുകൊണ്ട് ഇത് കേടാവില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ടൈറ്റായിട്ടൊരു ഭരണിയിലോ ചില്ലിൻ്റെ കുപ്പിയിലോ ഫില്ല് ചെയ്തിട്ട് ഇത് നിങ്ങൾ വെറുതെ പുറത്ത് വെച്ചാൽ മതി, കേടാവാതെ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഉപ്പിൻ്റെയും ലൈമിൻ്റെയും കൂടി ഇത് വരുന്നതുകൊണ്ട് ഇത് തന്നെ നാരങ്ങ ഇങ്ങനെ വെന്ത് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ഇങ്ങനെ വെന്ത് വരും. അപ്പോൾ അതിൻ്റെ കളറൊരു ഈ യെല്ലോ കളർ അല്ലാണ്ടായിട്ട് മാറും, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറും. അത് അത്രയും നാൾ നമ്മൾ വെക്കണം. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് 6 മാസം വെക്കണം. നമുക്ക് അത്രയൊന്നും ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക.
ഓരോ മാസം കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ക്ഷമ കിട്ടാതാകുമ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നോക്കാറുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ നന്നായിട്ട് അലുത്ത് വരണം. അപ്പം ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇത് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്, ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഇത്. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ഇത് എത്ര ടൈം എടുക്കും എന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കറക്റ്റായിട്ട് ഇത് അലുത്ത് വരാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും നമ്മൾ 6 months ഒക്കെ വെച്ചിട്ടാണ് വെല്ലുമ്പൊക്കെ ഇത് ചെയ്യണ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്ര ക്ഷമയില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നോക്കാം ഇത് എത്ര വെന്ത് വരും, എത്ര പെട്ടെന്ന് അലുത്ത് വരും എന്ന് ഞാൻ കറക്റ്റ് അപ്പം പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് കറക്റ്റായിട്ടൊരു വളരെ സ്വാദുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ഞാനപ്പോൾ ചെയ്തുതരാം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ നാരങ്ങ ഇത് ഫില്ല് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങളായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കുപ്പിയിൽ ഇത് ഉപ്പും നാരങ്ങയും തിരുമ്പി ഫില്ല് ചെയ്ത് വെക്കുക. നമുക്ക് എല്ലാവർക്കും ആ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം.